നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരും. വോട്ടർമാരോട് നന്ദി പറഞ്ഞ് രാഹുൽ ഗാന്ധി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഈ വിധിയെടുത്ത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടലിനെതിരെയാണ്. ഇന്ത്യൻ ജനത അവരുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. പോരാട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല. തെരഞ്ഞെടുപ്പ് ഫലം മോദിക്കുള്ള വലിയ സന്ദേശമാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. ജയ് ജഗന്നാഥ്. BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്തിമ ഫലം പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്തെത്തി. ജയ് ജഗന്നാഥ് മന്ത്രം വിളിച്ചാണ് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. 147 അംഗ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മൃഗീയ ഭൂരിപക്ഷമാണ് നേടിയത്. പാർലമെന്റിൽ NDAക്ക് 3ാം തവണയും വോട്ട് ചെയ്തതിന് പ്രധാനമന്ത്രി മോദി പൊതുജനങ്ങളോടുള്ള നന്ദിയും അറിയിച്ചു. ഈ പുണ്യദിനത്തിൽ NDA 3ാം തവണയും സർക്കാർ രൂപീകരിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചു. ഞങ്ങൾ ജനങ്ങളോട് നന്ദിയുള്ളവരാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ക്ഷീണം. ഓഹരി വിപണിയിൽ അദാനിക്ക് തളർച്ച. മാഞ്ഞുപോയത് 31 ലക്ഷം കോടി. 3093 ഓഹരികളുടെ വില ഇടിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുരോഗമിക്കുന്നതിനിടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഓഹരികൾ കൂപ്പുകുത്തി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ NDA മുന്നണിക്ക് വ്യക്തമായ ആധിപത്യം നേടാനാകില്ലെന്ന നിലയിൽ ഫലസൂചനകൾ വന്നതോടെയായിരുന്നു ഓഹരി വിപണിയിൽ മുൻനിര കമ്പനികളുടെ ഓഹരികൾ താഴേക്ക് പോയത്. മോദിയുടെ അടുപ്പക്കാരൻ എന്ന വിശേഷണം ഏറ്റവും കൂടുതൽ കേട്ട ഗൗതം അദാനിക്കായിരുന്നു ഇക്കൂട്ടത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായത്. അവസാനം വിപണി ഇന്നത്തേക്ക് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ വിവിധ ഓഹരി സൂചികകളിലായി 3093 ഓഹരികൾ വില തകർച്ച നേരിട്ടു. 331 ഓഹരികൾ മുന്നേറി. 55 ഓഹരികളുടെ വിലയിൽ മാറ്റമുണ്ടായില്ല. ആലപ്പുഴയിലെ തരിക്കനൽ ഇത്തവണ ആലത്തൂരിന് നൽകി. കേരളത്തിന് പുറത്ത് 3 സീറ്റുകൾ കൂടി നേടിയിട്ടും CPIMന്റെ ദേശീയ പാർട്ടി പദവി തുലാസിൽ. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം പറഞ്ഞ ഇന്ത്യൻ ഇടതിന് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ സ്വന്തം നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു. ഇടതിന് സംസ്ഥാന ഭരണമുള്ള കേരളത്തിൽ പോലും ഒരൊറ്റ സീറ്റിൽ CPIM ഒതുങ്ങി. മുൻവർഷത്തെ പോലെ കെടാതെ ബാക്കി നിന്ന ഒരൊറ്റ തരി കനൽ മാത്രമാണ് കേരളത്തിൽ നിന്നും ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കാനുള്ളത്. തനിക്ക് വേണ്ടി പ്രചാരണത്തിന് വന്നത് DK ശിവകുമാർ മാത്രം. പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന് K മുരളീധരൻ. തൃശൂരിൽ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും BJPയുടെ സാന്നിധ്യം ശക്തമായെന്ന് K മുരളീധരൻ. ഒരിക്കലും ഉണ്ടാകരുതെന്ന് കരുതിയ അപ്രതീക്ഷിത വിജയമാണ് തൃശൂരിൽ BJPക്ക് ഉണ്ടായത്. ആറ്റിങ്ങലിൽ വലിയ വ്യത്യാസമില്ലാതെ BJP LDFന് അടുത്തെത്തിയെന്നും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടായെന്നും പറഞ്ഞ അദ്ദേഹം O രാജഗോപാലിനു ശേഷം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും പറഞ്ഞു. പതിവില്ലാതെ 2 മുന്നണികൾക്കൊപ്പം BJPയുടെ സാന്നിധ്യം ഉണ്ടായെന്നും ഇത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര വിജയത്തിനൊപ്പം വോട്ട് വർദ്ധിപ്പിച്ച് BJP. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമതായി. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിവെച്ച് കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു. തൃശൂരിലൂടെ കേരളത്തിൽ അക്കൗണ്ട് തുറന്ന BJP സംസ്ഥാനത്ത് മത്സരിച്ച മിക്കയിടങ്ങളിലും വോട്ടും ഉയർത്തിയെന്നതാണ് ശ്രദ്ധേയമായത്. നിരവധി മണ്ഡലങ്ങളിൽ
വളരാനായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി BJP ഉയരുന്നുവെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ BJP ഒന്നാമതെത്താനും 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്താനും BJPക്ക് സാധിച്ചു. ഇതിൽ ഒന്നാമതെത്തിയ 6 മണ്ഡലങ്ങൾ തൃശൂരിലാണ്. ദക്ഷിണേന്ത്യയിൽ NDAയുടെ ആശ്വാസ തീരമായി കർണാടക. 2019 പോലെ സർവാധിപത്യമില്ലെങ്കിലും ദക്ഷിണേന്ത്യയിലെ NDAയുടെ ആശ്വാസ തീരം കർണാടക തന്നെയാണ്. BJP JDS സഖ്യം കന്നഡ മണ്ണിൽ 19 സീറ്റുകൾ നേടി. 1ൽ നിന്നും 9 സീറ്റുകൾ ഉയർത്താൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെടാമെങ്കിലും DK ശിവകുമാറിന്റെ തട്ടകമായ ബാംഗ്ലൂരു റൂറലിൽ സഹോദരൻ DK സുരേഷ് തോറ്റത് കോൺഗ്രസിന് തിരിച്ചടിയായി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടലാക്രമണ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.